നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളം പിടിക്കാൻ ഒരു മുഴം മുമ്പേ എറിയുകയാണ് BJP. ഏകദേശം ആദ്യത്തെ ചില സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ധാരണയായി എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. 30 സീറ്റിലാണ് നിലവിൽ ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വിവരം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കും. കഴക്കൂട്ടത്ത് V മുരളീധരനും മഞ്ചേശ്വരം മണ്ഡലത്തിൽ K സുരേന്ദ്രനും മത്സരത്തിനിറങ്ങും എന്നാണ് കരുതുന്നത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാടും കായംകുളവും മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് പരിഗണിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കിരൺ കുമാർ നൽകും. കിരൺ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മുഴം മുമ്പേ എറിയുകയാണ് BJP. പ്രമുഖരായ സ്ഥാനാർത്ഥികളെ ആദ്യം തന്നെ നിശ്ചയിച്ച്, പ്രത്യേകിച്ചും A ക്ലാസ് മണ്ഡലങ്ങൾ, ഈ ആദ്യം പറയുന്ന ഈ 30 മണ്ഡലങ്ങളിൽ A ക്ലാസ് മണ്ഡലങ്ങളാണ്. A ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കളെ സ്ഥാനാർത്ഥികളായി കളം പിടിക്കാനുള്ള നീക്കം തന്നെയല്ലേ BJP നടത്തുന്നത്? കഴിഞ്ഞ ദിവസം ചേർന്ന BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലാണ് ആദ്യഘട്ടത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ 30 മണ്ഡലങ്ങളാണ് പരിഗണനയിലുള്ളത്. ഈ 30 മണ്ഡലങ്ങളിൽ തന്നെ BJPക്ക് വിജയസാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന A ഗ്രേഡ് മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തന്നെ മത്സരിക്കുമെന്നുള്ളൊരു കാര്യത്തിലാണ് ഈ ആദ്യഘട്ടത്തിൽ വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ നേമത്ത് മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചതാണ്. തനിക്ക് താൻ മത്സരത്തിലുണ്ടാവും, മത്സരിക്കുകയാണെങ്കിൽ തന്നെ നേമത്ത് മത്സരിക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര നേതൃത്വം കൂടി അംഗീകരിച്ചാൽ മാത്രമായിരിക്കും മത്സരത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായിരുന്നു. കൂടാതെ തന്നെ കഴക്കൂട്ടത്ത് V മുരളീധരനെയും K സുരേന്ദ്രനെ മഞ്ചേശ്വരത്തും മത്സരിപ്പിക്കാനായിട്ടാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. നേരത്തെ മഞ്ചേശ്വരത്ത് വലിയ തരത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെച്ച ആളാണ് K സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ K സുരേന്ദ്രനെ ഇവിടെ ഇറക്കി വീണ്ടും ഒരു വിജയസാധ്യത അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് പ്രധാനമായിട്ടും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൂടാതെ തന്നെ പാലക്കാടും ഒപ്പം തന്നെ കായംകുളത്തേക്കും പരിഗണനയിലുള്ളത് ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ്. പാലക്കാടത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പ്രധാനമായിട്ടും ഇവർക്കുള്ളത്. കൂടാതെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ആലപ്പുഴ കേന്ദ്രീകരിച്ച് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് കായംകുളത്ത് കൂടി മത്സരിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. ഇത് ഒന്നെങ്കിൽ 2 സ്ഥലത്തായിട്ട് മത്സരിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് മത്സരിക്കുക എന്നുള്ളൊരു പരിഗണനയാണ് പ്രധാനമായിട്ടും ഈ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. MT രമേശിന് തൃശ്ശൂരും ഒപ്പം തന്നെ കോഴിക്കോടിലേക്കുമാണ് പരിഗണനയിലുള്ളത്. C കൃഷ്ണകുമാറിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് പ്രധാനമായിട്ടും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കൂടാതെ തന്നെ R ശ്രീലേഖയും ഈ സ്ഥാനാർത്ഥിയുടെ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇവരെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഈ സാധ്യതാ പട്ടികയിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ നേരത്തെ തന്നെ R ശ്രീലേഖ വ്യക്തമാക്കിയത് ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് താൻ ഒരു തിരഞ്ഞെടുപ്പിലേക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിയാവാനായിട്ട് R ശ്രീലേഖ തയ്യാറാകുമോ എന്നുള്ളൊരു കാര്യം ചർച്ചയ്ക്ക് വന്നിരുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വം കൂടി ഇടപെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ R ശ്രീലേഖ മത്സരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഏതായാലും BJPക്കുള്ളത്. നിലവിലിപ്പോൾ 30 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ആദ്യഘട്ടത്തിൽ എന്നുള്ള രീതിയിലേക്ക് BJP പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരിഗണനയിലേക്ക് അയക്കും. കേന്ദ്ര നേതൃത്വം കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിലുള്ള ഒരു സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വളരെ വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, കിരൺ കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കേന്ദ്ര നേതൃത്വമാണ് അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും ഒരു സാധ്യതാ പട്ടിക BJP തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിൽ എല്ലാ പ്രധാന നേതാക്കൾക്കും കൃത്യമായ അവസരം ഒരുക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം മത്സരിക്കുന്നു എന്നതാണ്. ആദ്യം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പടി മുന്നേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് BJP ഒരുങ്ങുന്നത്. അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് പാർട്ടിയാണെന്ന് VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ വ്യക്തമാക്കി. നേതൃത്വം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയിട്ടില്ലെന്നും തങ്ങളുടേത് പാർട്ടി കുടുംബമാണെന്നും അരുൺകുമാർ പറയുകയാണ്. മലമ്പുഴ അച്ഛന് വളരെ വൈകാരികമായി ബന്ധമുള്ള സ്ഥലമാണെന്നും സുരേഷ് മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണെന്നും അരുൺകുമാർ പ്രതികരിച്ചു. രാഷ്ട്രീയ കുടുംബമല്ലേ, ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. നമ്മൾ പാർട്ടി കുടുംബമാണല്ലോ, പാർട്ടി പറയുന്നതാണ് നമുക്ക് എന്നും പ്രധാനം. ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് അതിനെപ്പറ്റി ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ, അറിയില്ല. ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. താങ്കൾക്ക് വളരെ അടുത്ത ബന്ധം മലമ്പുഴയുണ്ട്. അച്ഛൻ്റെ 2 തെരഞ്ഞെടുപ്പുകളിലും പൂർണ്ണ സമയം കൂടെ ഉണ്ടായിരുന്നാണ്. മലമ്പുഴ അച്ഛന് വളരെ വൈകാരികമായി ബന്ധമുള്ള സ്ഥലമാണ്. പാർട്ടി കുടുംബമാണ്, പാർട്ടി പറഞ്ഞാൽ തള്ളിക്കളയില്ല. ഇപ്പോൾ അങ്ങനെ വേണം. LDF
UDF ഓരോരോ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് മുമ്പ് ചെയ്യുകയാണ്. ഏറ്റവും പുതിയത് ഒരു വെബ്സൈറ്റ്. UDF ഭരണകാലത്തെ വീഴ്ചകൾ ചിത്രീകരിക്കുന്ന ഒരു വെബ്സൈറ്റുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. CPM ആണ്. ഇരുണ്ട കാലം എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. UDFിൻ്റെ വിവാദ വാർത്തകളാണ് വെബ്സൈറ്റിൽ ഉള്ളത്. ഇരുണ്ട UDF ഭരണകാലങ്ങൾ തുറന്നുകാട്ടി CPMന്റെ പുതിയ വെബ്സൈറ്റ്. UDF ഭരണകാലത്തെ വിവാദങ്ങളായ ടൈറ്റാനിയം അഴിമതി, ബാർക്കോഴ, സ്ഥലം വിട്ട ദേശീയപാത അതോറിറ്റി, തകർന്നടിഞ്ഞ പൊതുവിദ്യാഭ്യാസം, ഗെയിൽ പദ്ധതി, അനധികൃത സ്വത്ത് സമ്പാദനം, പവർ കട്ട് അടക്കമുള്ള സംഭവങ്ങളുടെ വിശദമായ വീഡിയോകളാണ് CPMന്റെ വെബ്സൈറ്റിലുള്ളത്. മകനെ തിരിച്ചുവരല്ലേ, മകളെ തിരിച്ചുവരല്ലേ എന്ന പേരുകളിലാണ് വിവാദ വിഷയങ്ങൾ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇരുണ്ട കാലം എന്ന പേരിലുള്ള വെബ്സൈറ്റിൽ ഓർമ്മകളുണ്ടായിരിക്കണം, ഇനി വേണ്ട ആ ഇരുണ്ട UDF കാലം എന്നാണ് ഹോം പേജിൽ നൽകിയിട്ടുള്ളത്. UDF ഭരണകാലത്തെ ഓരോ വിവാദങ്ങളും ഓരോ പോസ്റ്ററാക്കിയാണ് മകനെ മടങ്ങിവരല്ലേ, മകളെ മടങ്ങിവരല്ലേ എന്ന തലക്കെട്ടുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യ കേരളം ICUവിൽ നിന്ന് പ്രതിപക്ഷം ശക്തമായ ആരോപണം ഉന്നയിക്കുന്നതിനിടെയാണ് കൂടുതൽ പ്രതിസന്ധി ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് കുട്ടി മരിച്ച സംഭവത്തിൽ ഡോക്ടറെ ആരോഗ്യവകുപ്പ് ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു സസ്പെൻഷൻ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല പ്രശ്നങ്ങൾ എന്നതാണ് പ്രധാനം. സാധാരണക്കാരന് താങ്ങാവേണ്ട ഡോക്ടർ കൈക്കൂലി വാങ്ങി എന്നത് നീതീകരിക്കാവുന്ന ഒന്നല്ല. ഡോക്ടർക്ക് 2 തവണ 10,000 രൂപ നൽകിയതായാണ് കുഞ്ഞിൻ്റെ അച്ഛൻ പറഞ്ഞത്. ഇതിനിടെ വലിയ പ്രതിഷേധം ഇന്ന് BJPയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് സൂപ്രണ്ട് ഓഫീസിൽ ഉണ്ടാവുകയും ചെയ്തു. നെടുമങ്ങാട് പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് കുഞ്ഞു മരിച്ച സംഭവത്തിലാണ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ ആരോഗ്യവകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആദ്യം അടിയന്തരമായി സ്ഥലം മാറ്റ ഉത്തരവ് ഇറക്കിയെങ്കിലും ബന്ധുക്കളും രാഷ്ട്രീയ പാർട്ടികളും 2ാം ദിനവും പ്രതിഷേധവും ഉപരോധവും തുടർന്നതോടെയാണ് സസ്പെൻഡ് ചെയ്തത്. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കുഞ്ഞു മരിച്ച സംഭവത്തിൽ SITയിലെ ഗൈനക്കോളജി, പീഡിയാട്രീഷ്യൻ, അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർമാർ ആശുപത്രിയിലെത്തി അന്വേഷണം നടത്തി. സംഘം ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ പിഴവാണ് കുട്ടി മരിക്കാനുള്ള കാരണമെന്നാരോപിച്ച് കുഞ്ഞിന്റെ ബന്ധുക്കൾ 2ാം ദിനവും രംഗത്തെത്തി. ഡോക്ടർക്ക് 2 തവണയായി 10,000 രൂപ നൽകിയതായും കുഞ്ഞിന്റെ അച്ഛൻ ബിനിൽ പറഞ്ഞു. ആരോപണ വിധേയയായ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഉയർന്നത്. ബന്ധുക്കൾക്ക് പിന്തുണയുമായി കോൺഗ്രസ് BJP പ്രവർത്തകരും എത്തി. അതേസമയം ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ വീണ്ടും പരാതി ഉയർന്നു. കഴിഞ്ഞ മാസം പ്രസവത്തിനെത്തിയ യുവതിക്ക് വേദന വന്നിട്ടും തിരിഞ്ഞുപോലും നോക്കിയില്ലെന്ന് ഭർത്താവ് സൽമാൻ പറഞ്ഞു. സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും സൽമാൻ ആരോപിച്ചു. പരാതി മെഡിക്കൽ സൂപ്രണ്ടിന് നൽകിയായിരുന്നു. മറ്റു പരാതികൾ ഞാൻ തയ്യാറാക്കിയെങ്കിലും ഞാൻ അന്ന് കൊടുത്തില്ലായിരുന്നു. കാര്യം ഇതിനൊരു നടപടി വരട്ടെ, എന്നിട്ട് മറ്റു മുകളിലോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഒരിടത്ത് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും ഡോക്ടറുടെ അനാസ്ഥയും ഒക്കെ നടക്കുമ്പോൾ മറ്റൊരിടത്ത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെല്ലാം അനിശ്ചിതകാലമായി OP ബഹിഷ്കരിക്കുകയാണ്. അതിൽ രോഗികൾ പൂർണ്ണമായും വലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബഹിഷ്കരണത്തിന് പുറമെ നാളെ മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കാനാണ് തീരുമാനം. ശമ്പള കുടിശ്ശികയും പുതിയ തസ്തികകളും ആവശ്യപ്പെട്ടുള്ള സമരം കൂടുതൽ ശക്തമാക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം കടുത്ത പ്രതിസന്ധിയിലുമാകും. നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച ശസ്ത്രക്രിയകൾ മുടങ്ങും. അവശ്യ സേവനങ്ങളായ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റ് അടിയന്തര ചികിത്സകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം എന്നിവയെ പ്രതിഷേധ പരിപാടികളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നാളെ KGM-CTA സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയും സംഘടിപ്പിക്കും. ബാറുകളുടെ സമയം നീട്ടി നൽകിയതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി KCBC മദ്യവിരുദ്ധ സമിതി. സമയമാറ്റം തെരഞ്ഞെടുപ്പ് ഡീലാണോ എന്ന് മദ്യവിരുദ്ധ സമിതി ചോദിക്കുകയാണ്. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയത് റദ്ദാക്കണമെന്ന് KCBC ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന മദ്യനയം പിൻവലിക്കണമെന്നാണ് ഓർത്തഡോക്സ് സഭ സെക്രട്ടറി ബിജു ഉമ്മൻ ആവശ്യപ്പെടുന്നത്. അതേസമയം സമയമാറ്റത്തെ പിന്തുണച്ച LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇങ്ങനെയൊരു മാറ്റം വരുന്നതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്.
പ്രശ്നമുണ്ടെങ്കിൽ സർക്കാർ തലത്തിൽ ആലോചിച്ച് വിശദീകരണം ആവശ്യമെങ്കിൽ പറയുമെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കുകയാണ്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മദ്യനയത്തിലും മദ്യമേഖലയിലും കാര്യമായ മാറ്റങ്ങളും ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. ബാറുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അതിൽ പ്രധാനപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമയം നീട്ടിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സഭാ നേതൃത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ബാറുകളുടെ സമയം നീട്ടി നൽകിയത് തിരഞ്ഞെടുപ്പ് ഡീലാണോ എന്ന് KCBC മദ്യവിരുദ്ധ സമിതി ചോദിച്ചു. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയത് റദ്ദാക്കണമെന്നും KCBC ആവശ്യപ്പെട്ടു. മദ്യം കിട്ടാത്തതുകൊണ്ടല്ല, മറിച്ച് ലഹരി മാഫിയയെയും തെരുവ് നായ്ക്കളെയും വന്യജീവികളെയും ഭയന്നാണ് കേരളത്തിൽ ടൂറിസ്റ്റുകൾ കുറയുന്നത്. കേരളത്തിലെ ചളുക്കുമദ്യം കുടിക്കാനല്ല വിനോദസഞ്ചാരികൾ വരുന്നതെന്നും KCBC മദ്യവിരുദ്ധ സമിതി കുറ്റപ്പെടുത്തി. സർക്കാർ നീക്കത്തിനെതിരെ മാർച്ച് 8-ാം തീയതി മദ്യവിരുദ്ധ ഞായർ ആചരിക്കാനും ഇടലേഖനം വായിക്കാനും KCBC തീരുമാനിച്ചിട്ടുണ്ട്. സമാന നിലപാട് തന്നെയാണ് ഓർത്തഡോക്സ് സഭയും മുന്നോട്ട് വയ്ക്കുന്നത്. യുവതലമുറ ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നാണോ സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ ചോദിച്ചു. ഒരു തലമുറയെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ ഇടയാകുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നതായ മദ്യനയം. കേരളത്തിലെ ഒരു തലമുറ, പ്രത്യേകിച്ച് യുവതലമുറ, ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നുള്ളതാണോ സർക്കാർ ആഗ്രഹിക്കുന്നത്? അതാണോ സർക്കാരിൻ്റെ പുതിയ മദ്യനയം എന്ന് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല ഈ മദ്യനയം. കേരളത്തിൻ്റെതായ ഒരു തനത് സംസ്കാരം കേരളത്തിനുണ്ട്. ആ സംസ്കാരത്തെ നശിപ്പിച്ച് പട്ടയ മോഡലിൽ ഈ സംസ്ഥാനത്തെ മാറ്റുന്നത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളുടെയും പേരിൽ കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ നശിപ്പിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. അതേസമയം സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച LDF കൺവീനർ TP രാമകൃഷ്ണൻ മദ്യനയം നേരത്തെ തീരുമാനിച്ചതാണെന്നും പൊതുനിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെന്നും പറഞ്ഞു. ഇങ്ങനൊരു മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബാർ സംഘടനകൾ ആവശ്യപ്പെട്ടത് എൻ്റെ അടിസ്ഥാനത്തിലല്ല. ബാർ സംഘടനകൾ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ, അതെല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച ആവശ്യങ്ങൾ ചില സമയത്ത് ഉണ്ടായേക്കാം. കേരളത്തിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, അത് ദൈനംദിനമെന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ചില സൗകര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമാണ്. നേരത്തെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇത്തരം ചില സൗകര്യങ്ങൾ പ്രത്യേകമായി അനുവദിച്ചത് ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ LDF കൂടിയാലോചിച്ച ശേഷം പറയുമെന്ന് LDF കൺവീനർ പറയുമ്പോൾ പുതിയ തീരുമാനം പൂർണ്ണമായും LDF ചർച്ച ചെയ്തിരുന്നോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഏതായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ സർക്കാർ എടുത്ത നിലപാട് എന്തിന്റെ പേരിലായാലും വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വരും ദിവസങ്ങളിലും കാരണമാകും. കോട്ടയം ബ്യൂറോയ്ക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. ബാറുകളുടെ സമയം കൂട്ടിയ നടപടിയിൽ വിശദമായ ചർച്ച വേണ്ടിയിരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. ദൗർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം സമയം ദീർഘിപ്പിച്ചു എന്നത് ശരിയല്ല എന്നും ടൂറിസം കേന്ദ്രങ്ങളിലെ സമയക്രമം എല്ലായിടത്തും ബാധകമാക്കുകയാണ് ചെയ്തതെന്നുമായിരുന്നു മന്ത്രി MB രാജേഷ് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. ബാറുകളുടെ സമയക്രമവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ നിലനിൽക്കുന്ന സമയം മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കിയത്, പുതിയൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്തത്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾ, കേരളത്തിന് സമാനമായ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ എല്ലാ സ്ഥിതി കൂടി പരിശോധിച്ചിട്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഫയല് നടപടിക്രമങ്ങൾ പാലിച്ച് യഥാർത്ഥത്തിൽ വൈകുകയാണ് ചെയ്തത്, വേഗത്തിലല്ല നീങ്ങിയത്. ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ എടുക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ അകത്ത് ദുരൂഹത ആരോപിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ പെട്ടെന്നാണ്, ഇലക്ഷൻ്റെ സായാഹ്നത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. അതിന് ആക്ഷേപം ഉണ്ടാവും ഉറപ്പായിട്ടും. ഇവരെന്താ പറഞ്ഞത്, മദ്യം കുറച്ച് കൊണ്ടുവരും, മദ്യവർജനത്തിലേക്ക് എത്തിക്കുമെന്നും പറഞ്ഞിട്ട് ഇവർ വരുമ്പോൾ വന്നതിൽ നിന്ന് 1000 ബാറാണ് കൂട്ടിയത്, 1000-ഓളം ബാർ. നിങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കതിനർത്ഥം മനസ്സിലായില്ലേ? എന്തെങ്കിലും പറയുന്നതാണോ? ഞങ്ങളെങ്ങനെ അറിയാനാ ബാറിന്റെ സമയം കൂടി? എക്സൈസ് മന്ത്രിയാണ് പറയുന്നത്. അത് അദ്ദേഹം തന്നെ പറയേണ്ട കാര്യമാണ്. ഇത് ഞങ്ങളറിയില്ല. കാരണം ഞാനിപ്പോൾ വാർത്ത തന്നെ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഇല്ല, ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള ചർച്ച ഇല്ല. പിന്നെ ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടന്നില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല.